ഹായ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മെൽബണിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിലാണ്. വളരെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഓരോ ഹൃദയസ്പന്ദനവും തൊട്ടറിയുന്ന ഈ ഹൃദയഭാഗം വാക്കുകൾക്ക് അധികമാണ്. അതെ, ഈ യാഥാർത്ഥ്യത്തെ തൊട്ടറിയാനാവട്ടെ ഇന്നത്തെ നമ്മുടെ യാത്ര. മെൽബൺ സിറ്റിയുടെ മനോഹാരിതയെ ഈ യാത്രയിൽ നമുക്ക് പരിചയപ്പെടാം. ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനാണിത്. ആയിരത്തി 1854 പണികഴിക്കപ്പെട്ട ഈ സ്റ്റേഷൻ പുതുക്കിപ്പെടുന്നത് 1910 മെൽബൺ സിറ്റിയുടെ ലാൻഡ്മാർക്കായും കൾച്ചറൽ ഹെറിറ്റേജായും കണക്കാക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന് പുറകിൽ ഇന്ത്യയിലെ ബോംബെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഗോസിപ്പ് നിലകൊള്ളുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപകൽപ്പന ചെയ്ത ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെയും പ്ലാനുകൾ പരസ്പരം മാറിയതാണെന്നും അനന്തരഫലമായി ഇന്നു കാണുന്ന മുംബൈ റെയിൽവേ സ്റ്റേഷൻ പണി കഴിച്ചിരിക്കുന്നത് ഫ്ലിൻഡേഴ്സ് സ്റ്റേഷന് വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്ലാനിലാണെന്നും പറയപ്പെടുന്നു. ഈ കാണുന്നതാണ് ഫെഡറേഷൻ സ്ക്വയർ. യു ഷേപ്പിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഫെഡറേഷൻ സ്ക്വയർ മെൽബണിന്റെ രണ്ടാമത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഫെഡറേഷൻ സ്ക്വയറിൽ ബാറുകളും റെസ്റ്റോറൻറ്റുകളും കഫേകളും മാത്രമല്ല, നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയ, ACMI അഥവാ ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ദ മൂവിംഗ് ഇമേജ്, SBS ടെലിവിഷൻ ആൻഡ് റേഡിയോസ് എന്നിവയുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളും ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിട്ടുള്ള വലിയ സ്ക്രീനുകളും സ്റ്റേജുകളും എപ്പോഴും സന്ദർശകർക്ക് ലൈവ് ബാൻഡ് ആസ്വദിക്കാനും സ്പോർട്സ് ന്യൂസ് അറിയാനുമുള്ള അവസരം നൽകുന്നു. ഇത് മാത്രമല്ല ഫെഡറേഷൻ സ്ക്വയറിലുള്ളത്. സന്ദർശകരെ രസിപ്പിക്കാനായി ഇവിടെ പലതരത്തിലുള്ള വിനോദ പരിപാടികൾ സംഘാടകർ സംഘടിപ്പിക്കാറുണ്ട്. മെൽബണിന്റെ ഹൃദയഭാഗത്തൂടി ഒഴുകുന്ന ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് ഈ കാണുന്ന യാരാ റിവർ. 242 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ യാരാ റിവറിൽ 9 ഡാമുകൾ നിലകൊള്ളുന്നു. കൂടാതെ 2.6 മില്യണോളം വരുന്ന വീടുകളിലേക്കുള്ള കുടിവെള്ളവും ലഭ്യമാകുന്നത് ഈ ജലസംഭരണിയിൽ നിന്നാണ്. യാരാ റിവറിലൂടെയുള്ള ബോട്ട് യാത്ര ഓരോ യാത്രികനും മെൽബൺ സിറ്റിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം നൽകും. രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന 6ഓളം പാലങ്ങൾ, അതിലൂടെയുള്ള യാത്രയും യാരയുടെ തീരത്തുകൂടെയുള്ള സൈക്ലിംഗും ഓരോ യാത്രികന്റെയും മനസ്സിനെ ആനന്ദപ്രദമാണ്.
ഇതാണ് സ്കൈഡക് അഥവാ യുറേക്ക ടവർ. സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ഉയരം കൂടിയ ഈ കെട്ടിടത്തിന് 297.3 മീറ്റർ ഉയരമുണ്ട്. 88 നിലകളുള്ള ഈ സ്കൈ സ്ക്രാപ്പർ യാരയുടെ തീരത്തെ മറ്റൊരു അട്രാക്ഷനാണ്. കൂടാതെ സ്കൈഡക്കിന്റെ 88ാം നിലയിൽ നിന്ന് രാത്രിയിൽ മെൽബൺ സിറ്റി വീക്ഷിക്കുക എന്നുള്ളത് ഓരോ യാത്രികനും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരിക്കും. ഒരു രാജകൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ കെട്ടിടമാണ് പാർലമെന്റ് ഓഫ് വിക്ടോറിയ. വിക്ടോറിയ സ്റ്റേറ്റിലേക്ക് വേണ്ട എല്ലാ നിയമനിർമ്മാണവും നടക്കുന്നത് ഇവിടെയാണ്. ഈ കാണുന്നതാണ് സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. മെൽബണിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത് ഈ സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇതിന്റെ നിർമ്മാണത്തിലുള്ള വൈവിധ്യം ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ലോകത്തിലെ 10ാമത്തെ വലിയ സ്റ്റേഡിയമാണ്. 55,000 ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഈ സ്റ്റേഡിയം ഒളിമ്പിക്സ്, വേൾഡ് കപ്പ് ക്രിക്കറ്റ്, AFL ഫൂട്ടിംഗ് തുടങ്ങിയ എല്ലാ മേജർ സ്പോർട്സ് ഇവന്റ്സിന്റെയും വേദിയാണ്. ഈ കാണുന്നതാണ് സെന്റ് പാട്രിക്സ് കത്തീഡ്രൽ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പള്ളിയാണിത്. ഈ ദേവാലയത്തിന്റെ പുറംഭാഗം മുഴുവൻ കരിങ്കല്ലിൽ തീർത്തിരിക്കുന്നതാണ്. കൂടാതെ ഈ ദേവാലയത്തിന് 7 ഗോപുരങ്ങളുമുണ്ട്. ഇത് യൂറോപ്യൻ വാസ്തുശില്പത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്ന ഒന്നാണ്. ഈ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശാന്തതയും സമാധാനവും അനുഭവപ്പെടും.